friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ഹെൽത്തി റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് വെറും കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ തന്നെ വേറൊരു ചാനലാണ് ഹോൾസം ടോക്ക്. ന്യൂട്രീഷൻ, ഡയറ്റ്, ഹെൽത്തി ലൈഫ്സിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക് ഞാൻ ഇൻഫോ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമ്മൾ ആദ്യം തേങ്ങാപ്പാലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് 2 കപ്പ് വെള്ളം, അല്ലെങ്കിൽ 2 ഗ്ലാസ് എന്ന് നമുക്ക് പറയാം. വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അടിച്ച്, ഒരുപാട് അരയേണ്ട, ജസ്റ്റ് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിനെ അരച്ചിട്ടില്ല, ജസ്റ്റ് ആ ജ്യൂസ് ഒന്ന് പുറത്ത് വരാൻ വേണ്ടി മാത്രം ഒന്ന് നമ്മൾ മിക്സിയിൽ അടിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൈകൊണ്ട് വേണമെങ്കിലും പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലുള്ള ഫുൾ ജ്യൂസ് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ കൈകൾ നന്നായിട്ട് കഴുകി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫുൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പശുമ്പാൽ അലർജി ഉള്ളവർക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങാപ്പാലിനെ ഞാനൊരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന മിൻറ്റ് ലീവ്സ് ആണ്, പുതിനില. 1/2 കപ്പ് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ജീരകമാണ്. വറുത്ത് പൊടിച്ച ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 2.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ലീഫൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് അരഞ്ഞു വരണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി കോക്കനട്ട് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കാണും നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് കാണാനായി ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അവസരത്തിൽ വേറൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.